എന്താണ് ഈ ബെൽറ്റിൻ്റെ ഉദ്ദേശം? ബെൽറ്റ് കെട്ടുന്ന സമയത്ത് നമുക്ക് നടുവിന് നല്ല ആശ്വാസം കിട്ടും. കാരണം ബെൽറ്റ് നല്ലപോലെ കെട്ടിക്കഴിഞ്ഞാൽ ബാക്ക് പെയിൻ കുറയും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നട്ടെല്ലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുന്ന സമയത്ത് മസിൽസ് എല്ലാം സ്പാസത്തിൽ പോകും. അപ്പോൾ നമ്മൾ ബെൽറ്റ് കെട്ടുമ്പോൾ മസിൽസിന് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് വേദന കുറയും. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ബെൽറ്റ് കെട്ടുമ്പോൾ എൻ്റെ വേദന കുറയുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കതങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് ബെൽറ്റ് കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ചെറിയ പ്രായക്കാർ. 20 വയസ്സും 30 വയസ്സുള്ള ആൾക്കാർ ഈ ബെൽറ്റ് കെട്ടിയിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് വേദനയ്ക്ക് അവർക്ക് ആശ്വാസം ഉണ്ടായി. അൾട്ടിമേറ്റ്ലി അതിനുള്ളിലുള്ള അസുഖം, അതായത് എന്താണോ നട്ടലിനുള്ളിലുള്ള പ്രശ്നം, അത് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം മസിൽസിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബെൽറ്റ് കെട്ടുമ്പോൾ മസിൽ എടുക്കേണ്ട പണി ബെൽറ്റ് എടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മസിലിൻ്റെ ശക്തി കുറഞ്ഞ് വരും. അപ്പോൾ ഉള്ളിലുള്ള പ്രശ്നം എന്താണോ അത് ശരിക്കും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണ് ബെൽറ്റ് ഉപയോഗിക്കേണ്ടത്? ബെൽറ്റ് ഉപയോഗിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലിനൊരു പൊട്ട് വന്ന, നട്ടലിനൊരു പൊട്ട് വന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് കുറച്ച് ചിലപ്പോൾ 1 മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം മാക്സിമം അവർക്ക് ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വരും. ആ എല്ല് ഹീൽ ചെയ്യുന്ന സമയം വരെ അവർക്ക് ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വല്ലെങ്കിൽ എല്ല് തെന്നിപ്പോയ ആൾക്കാർ, ലിസ്തസിസ് ഉള്ള ആൾക്കാർക്ക്, അവർക്കും താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ബെൽറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിലുള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾ. അപ്പോൾ കുറച്ച് ഒരു 70 വയസ്സിൽ 65-80 വയസ്സുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കൂടുതൽ വ്യായാമങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനും അങ്ങനെയൊന്നും പറ്റാത്ത ആൾക്കാർക്ക്, വേദന സഹിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അവർക്കും താൽക്കാലികമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല.